ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന മണ്ഡലം തൃശ്ശൂർ ജില്ലയിലെ ഗുരുവായൂർ നിയമസഭാ മണ്ഡലമാണ്. സംസ്ഥാന തലത്തിൽ വലിയ ചർച്ച ചെയ്യപ്പെടാത്ത മണ്ഡലമാണെങ്കിലും ഗുരുവായൂരിൻ്റെ പരിസര പ്രദേശത്ത് രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ആളുകൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു നിയോജക മണ്ഡലമാണ് ഗുരുവായൂർ. ആ മണ്ഡലത്തെക്കുറിച്ചുള്ള ചർച്ചയാണ് ഇന്ന്. കഴിഞ്ഞ 4 തവണകളിലായി LDF വിജയിച്ചു പോരുന്ന ഒരു മണ്ഡലമാണ് ഗുരുവായൂർ. ആ ചർച്ചയിലേക്ക് കടക്കാം. ഗുരുവായൂര് UDFന്റെ ഒരു കുത്തക മണ്ഡലമായിരുന്നു. കെ കരുണാകരന്റെ സ്വാധീനം, പ്രഖ്യാട് ഭാഗങ്ങളിലെ കോൺഗ്രസിന്റെ സ്വാധീനം, RP മൈതുട്ടി എന്ന ഒരു അധികായനായ മുസ്ലിം ലീഗിന്റെ പഴയ ജില്ലാ സെക്രട്ടറി ആയിരുന്ന അദ്ദേഹത്തിന്റെ സ്വാധീനമൊക്കെ വെച്ച് PM അബൂബക്കർ ഇതുപോലെ പേരെടുത്ത് പറയാൻ ഉതകുന്ന ഒരൊറ്റ രാഷ്ട്രീയ നേതാക്കളും ഇടതുപക്ഷത്തിൽ നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അവിടുത്തെ പ്രത്യേകത. നേരെ മറിച്ച് ഗുരുവായൂർ മണ്ഡലത്തിൽ നിന്ന് ലീഗിന്റെയും കോൺഗ്രസിന്റെ എല്ലാം ഉഗ്ര നേതാക്കൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് അവിടുന്ന്. ഈ എല്ലാ മാസവും കെ കരുണാകരൻ ഗുരുവായൂർ അമ്പലത്തിൽ വരും. ഞങ്ങളൊക്കെ അത്രയും വിളിക്കാണ്. കരുണാകരൻ വരാതെ പോവില്ല എന്നുള്ളത്. അത്ര വലിയ നേതാക്കന്മാരായിട്ട് കേന്ദ്ര നേതാക്കളായിട്ട് ബന്ധമുള്ള നേതാക്കന്മാര് NMK ഉണ്ടായിരുന്നു ഡൽഹിയില്. NMK ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കും. ഇന്ദിരാഗാന്ധിയുടെ സമയത്തൊക്കെ ഇന്ദിരാഗാന്ധിയായിട്ട് അടുത്ത ബന്ധം പുലർത്തിയിരുന്നതാണ് NMKയുടെ ഏറ്റവും അടുത്ത ആളായിരുന്നു രമേശ് ചെന്നിത്തല. ഇത്രയും സ്വാധീനമുള്ള UDFന്റെ മണ്ഡലം എങ്ങനെയാണ് വളരെ വൻ ഭൂരിപക്ഷത്തിൽ LDF വിജയിച്ചത്? അതെങ്ങനെ പറഞ്ഞല്ലേ, അതായത് ബാബരി മസ്ജിദിന്റെ തകർച്ചയ്ക്ക് ശേഷം പിന്നെ പാലക്കാട് സിറാജ് മീസ പിന്നെ രമൺ ശ്രീവാസ്തവയുടെ ഉത്തരവ് പ്രകാരം കോൺഗ്രസ് ഭരിക്കുമ്പോഴായിരുന്നു ആ കുട്ടി മരണപ്പെടുന്നത്. അപ്പോ ആ വിഷയം PDP അബ്ദുൽ നാസർ മഅദനി ശരിക്ക് ആ വിഷയം ഉപയോഗിക്കുകയും അവിടെ ഗുരുവായൂർ മണ്ഡലത്തിലെ MLA ആയിരുന്ന PM അബൂബക്കർ സാഹിബിന്റെ അനുബന്ധിച്ച് വന്ന ഉപതെരഞ്ഞെടുപ്പില് അത് 94 സമുദായം അന്ന് PDP ഒറ്റയ്ക്ക് മത്സരിച്ചു. സിറാജ് മീസയെ വെടിവെച്ച് വന്ന കൈപ്പത്തി വോട്ട് ചെയ്യാൻ പറ്റുമോ മക്കളെ, ബാബരി മസ്ജിദ് തകർക്കാൻ വെച്ച് കൊടുത്ത് എനിക്ക് വോട്ട് ചെയ്യാൻ പറ്റുമോ മക്കളെ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരു 15,000 മേലെ വോട്ട് പിടിക്കുന്നതോട് കൂടിയിട്ട് സ്വാഭാവികമായിട്ടും അന്ന് PT കുഞ്ഞുമുഹമ്മദായിരുന്നു ജയിച്ചു. നടന്ന തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന്റെ ജില്ലാ സെക്രട്ടറി RP മൊയ്തുട്ടി പിന്നെ വീണ്ടും പരാജയപ്പെട്ടു. അത് വലിയ ഭൂരിപക്ഷത്തിനൊന്നല്ല, 2000 വോട്ടിന്. RP മൊയ്തുട്ടി ശരിക്ക് ഗുരുവായൂർ എന്നല്ല, തൃശ്ശൂർ ജില്ലയിലെ ലീഗിലെ ഒരു അധികായനായിരുന്നു. അന്നും അവിടെ RP മൊയ്തുട്ടിക്കെതിരെ UDFന്റെ ഉള്ളിലുള്ള ചില ആളുകൾ വോട്ട് ചെയ്തിട്ടില്ല. അതെ. ഞാനൊരിക്കലേ ഈയിടെ കുറച്ച് മുൻപ് ഗുരുവായൂരിന്റെ ചരിത്രം പറയുന്നതിനിടക്ക് ജില്ലാ സെക്രട്ടറി ആയിരുന്നു, സംസ്ഥാന സെക്രട്ടറി ഈ ബേബി ജോൺ എന്ത് പറഞ്ഞിട്ടുണ്ട്, PT കുഞ്ഞുമുഹമ്മദ് അയാളുടെ കുടുംബ ബന്ധങ്ങൾ ഒരുപാട് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, UDF വോട്ടുകൾ കവർന്നെടുത്തിട്ടാണ് RP മൊയ്തുട്ടിയെ തോൽപ്പിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നീട് PKK ബാവയിലൂടെയാണ് ഈ മണ്ഡലം ലീഗ് വീണ്ടും തിരിച്ചു പിടിക്കുന്നത് 2001. അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ കാണുന്നത് UDFിലുള്ള ഈ അതായത് ഒരു ലീഗ്